ഹലോ. അപ്പൊ ഇന്ന് എല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. CCMN കൗൺസിലിംഗ് മെയ് 15-ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് രജിസ്ട്രേഷനും ഫീ പേയ്മെന്റിനും അതേപോലെ നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ജൂൺ 5 വരെയുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിങ്ങിനുള്ള, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിഫറൻസ് ഓർഡറും ഇൻസ്റ്റിറ്റ്യൂട്ടും കോഴ്സുകളൊക്കെ കൊടുക്കാനുള്ള, എന്നിട്ട് അത് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ജൂൺ 8 വരെയുണ്ട്. നിങ്ങൾ ജൂൺ 8-ന് മുന്നേ ലോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജൂൺ 8-ന് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ഏതാണോ അവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അത് ലോക്ക് ആവും. പിന്നെ നിങ്ങളുടെ പേയ്മെന്റ് റിലേറ്റഡ് ക്വയറീസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള ഡേറ്റും ജൂൺ 8 വരെയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, CCMN കൗൺസിലിംഗിന്റെ പേജ് ജസ്റ്റ് ഗൂഗിളിൽ CCMN കൗൺസിലിംഗ് 2026 എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇപ്പൊ കാണുന്ന സൈറ്റിൽ നമ്മൾ കയറിയാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും രജിസ്ട്രേഷൻ, ഫീ പേയ്മെന്റ്, ചോയ്സ് ഫില്ലിംഗ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ. ഇതിൽ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും CCMN റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. അതായത് വ്യൂ മാപ്പിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫൈങ് പേപ്പർ, ഇപ്പൊ നിങ്ങൾ ഏത് പേപ്പറാണ് ക്വാളിഫൈ ചെയ്ത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അതേപോലെ വ്യൂ സ്പെഷ്യൽ എലിജിബിലിറ്റി ഓർ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ചില കോഴ്സുകൾക്ക് പ്രത്യേകമായ എലിജിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇന്ന പേപ്പർ വേണം, ഇത്ര സെമസ്റ്ററിൽ ഈ പേപ്പർ പഠിച്ചിട്ടുണ്ടാവണം, നിങ്ങൾക്ക് ഇത്ര CGPA വേണം, അത്തരത്തിലുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസും കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിന് ശേഷം നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിംഗ് ചെയ്താൽ മതി. പിന്നെ സീറ്റ് മെട്രിക്സ്, ഏതൊക്കെ കോഴ്സ്, ഇപ്പൊ ഈ പേപ്പർ ജാമിന്റെ ഫിസിക്സ് പേപ്പർ ക്വാളിഫൈ ചെയ്താൽ ഈ കോഴ്സിൽ എത്ര സീറ്റ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ സീറ്റ് മെട്രിക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ഓരോ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അതേപോലെ CCMN 2026ന്റെ ഷെഡ്യൂൾ, അതായത് നമ്മൾ ഈ പറഞ്ഞ സമയം കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഓരോ അണ്ടർടേക്കിംഗ് ഫോമിന്റെ ഫോമാറ്റ്സും കാര്യങ്ങളും. പിന്നെ CCMN പ്രോസസ്സിന്റെ ഫ്ലോ ചാർട്ട് ഉണ്ട്. ദെൻ ഇവിടെ ഇൻഫർമേഷൻ ബ്രൗഷർ ഓഫ് CCMN 2026 ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ PDF ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട്സും തീരുന്ന രീതിയിൽ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു PDF ഉണ്ട്. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത് ഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളാണ്. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് പ്രധാനമായിട്ട് 3 റൗണ്ടാണുള്ളത്. 3 റൗണ്ട് എന്ന് പറയുമ്പോൾ റെഗുലർ റൗണ്ട്, പിന്നെ സ്പെഷ്യൽ റൗണ്ട് ഉണ്ട്, അതേപോലെ നാഷണൽ സ്പോർട്ട് റൗണ്ട് ഉണ്ട്. ഇപ്പൊ ഈ റെഗുലർ റൗണ്ടിനാണ് ഇപ്പൊ നമ്മൾ ഈ സമയത്ത് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് റെഗുലർ റൗണ്ടിന് നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് 3500 രൂപ. SC ST PWD ആണെങ്കിൽ 3000 രൂപ. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ റീഫണ്ടബിൾ അല്ലാത്ത ഫീസാണ്, വൺ ടൈം രജിസ്ട്രേഷൻ ഫീസാണ്. ഈ ഒരു ഫീസ് നിങ്ങൾ പേ ചെയ്തിട്ട് റെഗുലർ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ റെഗുലർ റൗണ്ടിൽ 1, 2, 3 റൗണ്ട്സ് ഉണ്ടാവും. ഈ 3 റൗണ്ടിലും നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ചിലർ പറയുന്നുണ്ട് ഓരോ റൗണ്ടിലും ഫീ പേ ചെയ്യണോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പേ ചെയ്യേണ്ട. റെഗുലർ റൗണ്ടിനായിട്ട് ഒറ്റ ഫീസ് 3500 രൂപ നിങ്ങൾ പേ ചെയ്യുക. പിന്നെ സ്പെഷ്യൽ റൗണ്ടിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ റൗണ്ടിന് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോയ്സ് ആണ്, വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കണ്ട. അപ്പൊ സ്പെഷ്യൽ റൗണ്ടിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെയും നിങ്ങൾ ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോഴും നിങ്ങൾ 3500 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ 3000 രൂപ നിങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ നാഷണൽ സ്പോർട്ട് റൗണ്ടിക്ക് വരികയാണെങ്കിൽ അതിന് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിലും നിങ്ങൾ ഈ സ്പെഷ്യൽ റൗണ്ടിലും റെഗുലർ റൗണ്ടിലും 3500 പേ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നാഷണൽ സ്പോർട്ട് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, ഈ ഒരു രജിസ്ട്രേഷൻ ഫീസ് അവിടെ കൊടുക്കണം. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ റെഗുലർ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പേയ്മെന്റും കാര്യങ്ങളെല്ലാം ചെയ്തു. ജൂൺ 12-ലാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും സീറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടയ്ക്കണം. അതിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 15000 രൂപയാണ് ജനറലിനും OBCക്കൊക്കെ വരുന്നത്. SC ST PWDക്ക് ആണെങ്കിൽ 10000 രൂപ. അപ്പൊ അത് നിങ്ങൾ അടക്കല്, നിങ്ങൾക്ക് കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അടക്കൽ നിർബന്ധമാണ്. സീറ്റ് കിട്ടിക്കണമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ അടക്കണ്ട. ഇപ്പൊ സീറ്റ് കിട്ടിയിട്ട് ഈ പേയ്മെന്റ് അടച്ചാലേ നിങ്ങൾക്ക് വില്ലിങ്നെസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വില്ലിങ്നെസ് എന്ന് പറയുമ്പോൾ ഫ്ലോട്ട്, ഫ്രീസ്, സ്ലൈഡ് 3 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് മുകളിലുള്ള ഹൈ പ്രിഫറൻസ്ക്ക് പോവണം എന്നുള്ള ഓപ്ഷനാണ് ഫ്ലോട്ട്. ഫ്രീസ് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് ഏതാണോ അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ഫ്രീസ് ഓപ്ഷൻ കൊടുത്താൽ നിങ്ങളുടെ ആ സീറ്റ് ലോക്ക് ആവും. പിന്നെ വരുന്ന റൗണ്ടിലൊക്കെ നിങ്ങൾക്ക് ആ സീറ്റ് തന്നെ, അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ, ആ കോഴ്സ് തന്നെ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെയുള്ള ഓപ്ഷനാണ് സ്ലൈഡ്. സ്ലൈഡ് എന്ന് പറയുമ്പോൾ
നിങ്ങൾക്ക് ഹൈ പ്രിഫറൻസ്ക്ക് പോകണം, പക്ഷെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിക്ക് പോകണ്ട, സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേറെ കോഴ്സിന് പോകണം എന്നുണ്ടെങ്കിൽ, ഐ മീൻ നിങ്ങൾ ഹൈ പ്രിഫറൻസിൽ ആ കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ 3 ഓപ്ഷൻസ് ആണ് കൊടുക്കാനുള്ളത്. നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ വില്ലിങ്നെസ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനും ഈ ഒരു പേയ്മെന്റ് ചെയ്തതിന് ശേഷം പറ്റുള്ളൂ. അപ്പോൾ ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയം, ആ സമയം നിങ്ങൾ ലോഗിൻ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പേജും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ കറക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈറ്റ് വഴിയാവും ഇൻഫർമേഷൻ കിട്ടുക. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വില്ലിങ്നെസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം. ഫ്രീസ് ചെയ്താൽ മാറ്റാൻ പറ്റില്ല. ഫ്ലോട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഇപ്പം ഈ ഫ്ലോട്ടിൽ തന്നെ ഈ ഒരു സമയത്ത് പുതിയൊരു ഓപ്ഷൻ കൂടി ആഡ് ചെയ്യും. അതായത് സറണ്ടർ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ നെക്സ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് വേണ്ട, ബട്ട് നിങ്ങൾക്ക് ഹൈ പ്രിഫറൻസ്ക്ക് പോകണം എന്നുണ്ട്, ഈ സീറ്റ് വേണ്ടാന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻക്ക് നിങ്ങളുടെ വില്ലിങ്നെസ് മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത റൗണ്ടിൽ പുതിയ വേറെ ഒരു സീറ്റും കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സീറ്റും നിങ്ങൾക്ക് കിട്ടില്ല. ഈ സീറ്റ് എന്തായാലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഹൈ പ്രിഫറൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത റൗണ്ടിൽ വേറെ സീറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സീറ്റ് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സീറ്റും കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫണ്ട് റീഫണ്ട് ആവും, ബട്ട് സീറ്റ് ഉണ്ടാവില്ല. അങ്ങനെയാണ് ആ ഒരു വില്ലിങ്നെസ് കൊടുക്കേണ്ടത്. നിങ്ങൾ വില്ലിങ്നെസ് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പഴയ വില്ലിങ്നെസ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ വരുന്നത് രണ്ടാമത്തെ റൗണ്ടാണ്. അതായത് റെഗുലർ സെക്ഷനിൽ രണ്ടാമത്തെ റൗണ്ട്. ആ റൗണ്ടിൽ നിങ്ങൾക്ക് മുന്നേ സീറ്റ് കിട്ടിയിട്ടില്ലാതെ ഇപ്പോൾ സീറ്റ് കിട്ടിയതാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടക്കുക. ബാക്കിയെല്ലാം കഴിഞ്ഞ ഇതിൽ പോലെ തന്നെ. ഓൾറെഡി കിട്ടിയവരാണെങ്കിൽ വില്ലിങ്നെസ് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഈ റൗണ്ടിൽ കിട്ടിയതിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്രീസ് ഫ്ലോട്ട് ചെയ്യാം. പിന്നെ വരുന്നത് റൗണ്ട് 3 ആണ്. റൗണ്ട് 3യിലും നിങ്ങൾക്ക് ഇതേപോലെ കിട്ടാത്തവർ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസൊക്കെ ചെയ്ത് നേരത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ റൗണ്ട് 3 ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് പാർഷ്യൽ അഡ്മിഷൻ ഫീസ് അടക്കേണ്ടി വരും. അതിവിടെ കൊടുത്തിട്ടുണ്ട്. 10,000 രൂപയാണ് ജനറൽ OBCക്കൊക്കെ വരുന്നത്. 5,000 രൂപയാണ് SC ST PWക്ക് വരുന്നത്. അപ്പം ഇവരെന്ത് ചെയ്യാം, എന്തായാലും ഈ ഒരു പാർഷ്യൽ അഡ്മിഷൻ ഫീസ് അടക്കണം, എന്നാലേ നിങ്ങൾക്ക് ആ സീറ്റ് കൺഫേം ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ഫീസ് അടച്ചിക്കണമെങ്കിലും നിങ്ങളുടെ ഈ സീറ്റ് നിങ്ങൾക്ക് നഷ്ടമാവും. ബട്ട് സീറ്റ് നഷ്ടമായി എന്ന് വിചാരിച്ചാലും നഷ്ടമായാലും നിങ്ങൾക്ക് സ്പെഷ്യൽ റൗണ്ടിൽ വീണ്ടും ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്തിട്ട് കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് നിങ്ങൾക്ക് നിലവിൽ കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് നഷ്ടമാവും. അതാണ് റെഗുലർ റൗണ്ടുകൾക്ക് അവസാനം ഉണ്ടാവുന്നത്. പിന്നെ നിങ്ങൾ സ്പെഷ്യൽ റൗണ്ടിക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി സീറ്റ് കിട്ടിയിട്ട് അതിൽ സംതൃപ്തരല്ലാത്തവരാവാം, അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ റെഗുലർ റൗണ്ടിൽ സീറ്റേ കിട്ടാത്തവരാവാം. എങ്ങനെയായാലും നിങ്ങൾക്ക് സ്പെഷ്യൽ റൗണ്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ റൗണ്ടിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ രജിസ്ട്രേഷൻ ഫീ നോൺ റീഫണ്ടബിൾ 3,500 ഉണ്ട്. കൂടാതെ അവിടെ വരുന്നതാണ് SR പാർട്ടിസിപ്പേഷൻ ഫീ. ആ പാർട്ടിസിപ്പേഷൻ ഫീ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി റെഗുലർ റൗണ്ടിൽ നിങ്ങളുടെ SAFും PFും നേരത്തെ പറഞ്ഞ ഫീസ് ഓൾറെഡി അടച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളിവിടെ വേറെ അടക്കേണ്ട ആവശ്യമില്ല. 3,500 എന്തായാലും അടക്കണം. ഈ പറഞ്ഞ പാർട്ടിസിപ്പേഷൻ ഫീസ് നിങ്ങൾ അടക്കേണ്ടതില്ല, കാരണം അത് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ആയി വരും. ബട്ട് നിങ്ങൾ അവിടെ അടച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങളൊരു 25,000 ഇവിടെ അടക്കേണ്ടി വരും. SC ST ഒക്കെ ആണെങ്കിൽ 15,000 ഇവിടെ അടക്കേണ്ടി വരും. നേരത്തെ അടച്ചവർക്ക് ഫീസ് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ആവും. അങ്ങനെയാണ് SR പാർട്ടിസിപ്പേഷൻ ഫീ വരുന്നത്. പിന്നെ അതും കഴിഞ്ഞു. അപ്പോൾ അതിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്ട് റൗണ്ടിക്ക് നാഷണൽ സ്പോർട്ട് റൗണ്ടിൽ അപ്ലൈ ചെയ്യാം. അതിന് 3,500 ആണ് വരുന്നത് രജിസ്ട്രേഷൻ ഫീ. മറ്റേത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നിങ്ങൾ അടച്ചിട്ടില്ലെങ്കിൽ 25,000 അടക്കണം. അല്ലെങ്കിൽ മറ്റേത് ഇതിലോട്ട് അഡ്ജസ്റ്റ് ആവും. ഇപ്പം ചിലർ റെഗുലർ റൗണ്ടിൽ മറ്റേ ആദ്യത്തെ SAF അടച്ചു, PAF അടച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ 15,000 നിങ്ങൾ ഇവിടെ അടക്കണ്ട. 25,000 പകരം ആ PFന്റെ എമൗണ്ട് ഉണ്ട് 10,000. അത് കുറച്ചിട്ടുള്ള എമൗണ്ട് അത് ഇവിടെ അടക്കുക. മൊത്തത്തിൽ 25,000 നിങ്ങൾ അടച്ചിട്ടുണ്ടാവണം. അതാണ് സംഭവം. അപ്പം ഇത്രയാണ് നിങ്ങളുടെ ഫീസിന്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് CCMN കൗൺസിലിങ്ങിൻ്റെ പേജിൽ ഇവിടെ രജിസ്ട്രേഷൻ, ഫീ പേയ്മെൻറ്റ് ആൻഡ് ചോയ്സ് ഫില്ലിംഗ് ഫോർ CCMN 2026 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക.
ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ആവും. ഇവിടെ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ കാൻഡിഡേറ്റ് രജിസ്ട്രേഷന് താഴെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വരും, അതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം ഐ അഗ്രി എന്ന് കൊടുക്കുക. പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഒരു കൺസെൻറ്റ് ഫോം ആണ്. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ജാമിൻ്റെതായാലും പേഴ്സണൽ ഡീറ്റെയിൽസ് ആയാലും എല്ലാതും നിങ്ങളുടെ ഓതറൈസർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റൊന്നും എല്ലാം എടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാത്തിനും ഐ റീഡ് ആൻഡ് കൺഫേം എന്നുള്ള ടിക്കറ്റ് കൊടുക്കാം. ദെൻ അഗ്രി കൊടുക്കുക. ഡു യു വിഷ് ടു സേവ്? യെസ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതേപോലെ ജാം എക്സാമിൻ്റെ ഡീറ്റെയിൽസും ഫിൽ ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് നെയിം കൊടുക്കുക, നിങ്ങളുടെ സ്കോർ കാർഡ് എടുത്തിട്ട് അതിലുള്ള നിങ്ങളുടെ ജാം രജിസ്ട്രേഷൻ ID ഉണ്ടല്ലോ, അതായത് രജിസ്ട്രേഷൻ നമ്പർ, കെമിസ്ട്രിക്കാർക്കാണെങ്കിൽ CY എന്നും ഫിസിക്സുകാർക്കാണെങ്കിൽ PH എന്നൊക്കെ തുടങ്ങുന്ന രജിസ്ട്രേഷൻ ID, അതേപോലെ എക്സാം ഇയർ അതിവിടെ ആകെ 2026 ഉണ്ടാവുള്ളൂ, അത് കൊടുക്കുക. പിന്നെ എക്സാം പേപ്പർ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ്, അത് കൊടുക്കുക. നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്ത മാർക്ക് 100ൽ എത്ര മാർക്ക് ഉണ്ടെന്ന് അതിവിടെ കൊടുക്കുക. ദെൻ സെക്യൂരിറ്റി പിൻ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓൾറെഡി ഈ ഒരു പേജിൽ വന്നിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ടൈപ്പ് ചെയ്യുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കൺഫേം പാസ്വേഡ് കൊടുക്കുക. ദെൻ നിങ്ങളുടെ ഇവിടെ തന്നിട്ടുള്ള സെക്യൂരിറ്റി പിൻ അവിടെ എൻ്റർ ചെയ്യുക. പാസ്വേഡ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡിന് കൊടുക്കുക. ദെൻ സബ്മിറ്റ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡു യു വിഷ് ടു സബ്മിറ്റ്? യെസ്. ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർക്കും അതേപോലെ ഇമെയിൽ IDക്കും OTP വന്നിട്ടുണ്ടാവും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ OTP നിങ്ങളിവിടെ ഫോണത്തേയും മെയിലത്തതും ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ ആൻഡ് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ വന്ന കൺസെൻറ്റ് ഫോമിൽ വേറെയും കുറച്ച് ഓപ്ഷൻസും കൂടി ആഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് എല്ലാത്തിനും ഐ റീഡ് ആൻഡ് കൺഫേം എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാതും റീഡ് ആൻഡ് കൺഫേം കൊടുത്തതിന് ശേഷം അഗ്രി കൊടുക്കുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ട്രൂ ആയിരിക്കണം. ഡു യു വിഷ് ടു സേവ്? അവിടെ എസ് കൊടുത്താൽ നിങ്ങളുടെ കൺസെൻറ്റ് സേവ് ആയിട്ട്. ദെൻ നിങ്ങൾക്ക് ഇവിടെ എന്താവും, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലോഗ് ഔട്ട് ചെയ്യാം. ലോഗ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കണ്ടല്ലോ ലോഗിൻ ട്രയൽ, അപ്പം ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമ്മളിവിടെ ലോഗ് ഔട്ട് ചെയ്തു, ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മൾ പിന്നെ എപ്പോഴാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് നമ്മൾ രജിസ്ട്രേഷനിൽ പോയിട്ട് ജാം രജിസ്ട്രേഷൻ ID അത് കൊടുക്കുക, അതേപോലെ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് ഫിൽ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളിവിടെ ഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് യൂസ് ചെയ്തിട്ട് വേണം ഫിൽ ചെയ്യാൻ. ദെൻ സൈൻ ഇൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും OTP പോയിട്ടുണ്ടാവും. ആ OTP എത്രയാണോ ആ OTP ഇവിടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർക്കോ അല്ലെങ്കിൽ മെയിൽ IDക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് OTP അയക്കാൻ പറ്റും. സെൻഡ് OTP കൊടുക്കുക. അപ്പോൾ OTP വന്നിട്ടുണ്ടാവും. ആ OTP നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ സർവീസസും അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രസ് സ്റ്റാറ്റസ് കാണാം. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോം ഓൾറെഡി കംപ്ലീറ്റ് ആയി. ഇനി ആപ്ലിക്കേഷൻ ഫോമാണ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഫോമിനുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഓരോ ഡീറ്റെയിൽസും ഇവിടെ ഫിൽ ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോം, പേഴ്സണൽ ഡീറ്റെയിൽസ്, മദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഓൾറെഡി തന്നിട്ടുണ്ട്. ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
ജെൻഡർ, കാറ്റഗറി ഒക്കെ ഇവിടെ ചേഞ്ച് ചെയ്യാം. അതേപോലെ PW ആണോ എല്ലാം ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഡു യു വിഷ് ടു സേവ്? യെസ്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ക്വാളിഫൈങ് ഡിഗ്രീൻ്റെ കാര്യങ്ങളാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ പാസിംഗ് സ്റ്റാറ്റസിൽ അപ്പിയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അപ്ലോഡ് ഓഫ്ലൈൻ വെരിഫിക്കേഷൻ ടൈമിൽ, അതായത് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്, പാസ്സായതിനുള്ള പ്രൂഫായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്സ് ആ സമയത്ത് നിങ്ങൾ ഹാജരാക്കണം. അവിടെ പാസിംഗ് സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് ഇങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ടാവും, പാസ്ഡ് അല്ലെങ്കിൽ അപ്പിയറിംഗ്. ഇപ്പോൾ നിങ്ങൾ പാസ്സായി, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്ഡ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അപ്പിയറിംഗ് കൊടുക്കുക. പിന്നെ പാസിംഗ് ഇയർ എത്ര വെച്ചാൽ അത് കൊടുക്കുക. ക്വാളിഫൈങ് ഡിഗ്രി ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ ക്വാളിഫൈങ് ഡിസിപ്ലിൻ നെയിം അത് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. BA മാത്തമാറ്റിക്സ്, BSc ഫിസിക്സ് എല്ലാ ഓപ്ഷൻസ് ഉണ്ടാവും. റിസൾട്ട് മോഡിൽ പെർസെൻറ്റേജ്, CGPA എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ റിസൾട്ടിൽ അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റിൽ പെർസെൻറ്റേജും CGPA തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ CGPA ആണ് കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ മാത്രം CGPA അല്ലെങ്കിൽ മാത്രം നിങ്ങൾ പെർസെൻറ്റേജ് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ CGPA 10 ഇവിടെ മാക്സിമം മാർക്സ്, ഇവിടെ ഇപ്പോൾ റിസൾട്ട് മോഡിൽ നിങ്ങൾ CGPA സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ മാക്സിമം CGPA മാക്സിമം പോയിന്റ് സ്കെയിലിൽ എത്രയാണ്, നിങ്ങൾക്ക് എത്രയാണ് ഒബ്റ്റൈൻഡ് CGPA എന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പം അത് നിങ്ങൾക്ക് 10ൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങളത് 10ലോട്ട് സ്കെയിൽ ചെയ്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. പെർസെൻറ്റേജ് ആണെങ്കിൽ ഇവിടെ ഒബ്റ്റൈൻഡ് മാർക്സ് എത്രയെന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് പ്രീവിയസ് സെക്ഷനിൽ എന്തെങ്കിലും എഡിറ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്തതിലേക്ക് പോവാം. നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്ന്, അപ്പോൾ അടുത്തതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ കറസ്പോണ്ടൻ്റ് അഡ്രസ്സ്, അതായത് നിങ്ങളിപ്പോൾ എവിടെയാണുള്ളത് ആ ഒരു അഡ്രസ്സ് കൊടുക്കുക. പിന്നെ പെർമനൻ്റ് അഡ്രസ്സ് കൊടുക്കുക, അല്ലെങ്കിൽ സെയിം ആസ് കറസ്പോണ്ടൻസ് അഡ്രസ്സ് ക്ലിക്ക് ചെയ്താലും മതി. എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം, അതായത് വില്ലേജ് നെയിം, സബ് ലൊക്കാലിറ്റി അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതെല്ലാം ഫില്ല് ചെയ്യുക. ദെൻ പിന്നീട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് വരുന്നത് പ്രിവ്യൂ ആൻഡ് ഫൈനൽ സബ്മിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഡിക്ലറേഷൻ്റെ ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. ദെൻ സേവ് ആൻഡ് ഫൈനൽ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. യെസ്, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിംഗ് ആണ്. ചോയ്സ് ഫില്ലിംഗ് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ ഫീസ് അടക്കണം. അപ്പോൾ ഇവിടെ പേ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് കൊടുക്കുക, പേ ഫീ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പേയ്മെൻറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ബാക്കി സ്റ്റെപ്പുകൾ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് ആയിരിക്കും കാണുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കറൻറ്റ് ചോയ്സ് ഫില്ലിംഗ് ആൻഡ് ലോക്കിംഗ് സ്റ്റാറ്റസ് കാണാൻ പറ്റും. അവിടെ അവൈലബിൾ ചോയ്സസ് 40 എണ്ണം, അതേപോലെ ഫിൽഡ് ചോയ്സസ് ഇപ്പം ഞാൻ 2 എണ്ണം ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചുകൊണ്ട് അങ്ങനെ കാണിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അൺലോക്ക്ഡ് ആണ്, നമ്മളുടെ ചോയ്സ് ഫീൽഡ് ഒന്നും ലോക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാൻഡിഡേറ്റിൻ്റെ നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ അവൈലബിൾ ചോയ്സസ് കാണാം. അവൈലബിൾ ചോയ്സസിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓരോ കോഴ്സസ്, അതായത് നിങ്ങൾ ഏത് പേപ്പർ, ഇപ്പോൾ ഫിസിക്സിൻ്റെ പേപ്പർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പേപ്പേഴ്സൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് NIT കൊടുത്തു, അപ്പോൾ അവിടെ പ്രോഗ്രാം നിങ്ങൾ കൊടുത്തത് എൻജിനീയറിംഗ് ഫിസിക്സ് ആണെങ്കിൽ അത് നിങ്ങൾക്ക്
അവൈലബിൾ ആണെങ്കിൽ അതിവിടെ കാണിക്കും. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചോയ്സസും ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നോക്കാൻ പറ്റും. ദെൻ ചോയ്സ് ഫില്ലിങ് നോക്കാം. ചോയ്സ് ഫില്ലിങ്ങിന് എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ചോയ്സസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ റൈറ്റ് സൈഡിൽ ആഡ് കൊടുക്കുക. ആഡ് കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെ വേണമെന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ 10th-ലും +2-ലൊക്കെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് വേണോ, ഫിസിക്സ് വേണോ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇത്ര CGPA വേണമെന്നൊക്കെ ചിലതിൽ കാണാൻ പറ്റും. അപ്പം അതൊക്കെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ഈ എലിജിബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അപ്പ് ആൻഡ് ഡൗൺ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സേവ് ആൻഡ് ഗോ ടു ഹോം, നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റ് ഹോമിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ സേവ് ആൻഡ് ഗോ ടു ഹോം കൊടുക്കുക, അല്ലെങ്കിൽ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ടോട്ടൽ സേവ്ഡ് ചോയ്സസ് 3 ആണ്, അതിവിടെ കാണുന്നുണ്ട്. അത് ക്ലോസ് ചെയ്യുക. ദെൻ മാനേജ് ഫിൽഡ് ചോയ്സസ്. അപ്പം നിങ്ങൾക്ക് ഇതിലൊക്കെ എഡിറ്റിംഗ് ഒക്കെ വരുത്താനുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ട് റിമൂവ്, അപ്പ് ആൻഡ് ഡൗൺ, അതൊക്കെ ഇവിടെ ചേഞ്ചസ് വരുത്താം. പിന്നെ ചോയ്സ് ഇൻ്റർചേഞ്ചിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തതിൻ്റെ സ്ഥാനത്ത് മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ ചോയ്സ് ഫ്രമിൻ്റെ അവിടെ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ആ പൊസിഷനിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടുള്ളത് അത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കൊടുക്കേണ്ടി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. നെക്സ്റ്റ് ചോയ്സ് റീഅറേഞ്ച് ആണ്. ചോയ്സ് റീഅറേഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഓരോന്നിൻ്റെയും ചോയ്സ് നമ്പറുകൾ മാറ്റാൻ പറ്റും. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ചോയ്സിൻ്റെ നമ്പർ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. പിന്നെ മൾട്ടിപ്പിൾ ഡിലീഷൻ, അതൊക്കെ എല്ലാം സേവ് ചെയ്ത് പോകണം. പിന്നെ മൾട്ടിപ്പിൾ ഡിലീഷനിൽ കണ്ടോ, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെക്ക്ഡ് ഐറ്റംസ് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഇപ്പം ഞാനിതിപ്പോൾ ചെക്ക് ആൾ കൊടുത്തു, എന്നിട്ട് ഡിലീറ്റ് ചെക്ക്ഡ് ഐറ്റം. അപ്പോൾ ഇതൊക്കെ ഡിലീറ്റ് ആയി. അപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഓരോന്ന് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പാസ്വേഡ് അടിക്കേണ്ടി വരും. ആ പാസ്വേഡ് അടിച്ചിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ മാറ്റാത്തതുകൊണ്ട് ക്യാൻസൽ കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് ലോക്ക് ചോയ്സിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ലോക്ക് ചോയ്സ് കൊടുത്തിട്ട് ഇവിടെ കണ്ടോ, ഐ അഗ്രി ടു ലോക്ക് മൈ ചോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഐ വിൽ ലോക്ക് മൈ ചോയ്സസ് ലേറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾ ആക്കത്തിൽ ആലോചിച്ചിട്ടൊക്കെ ഓപ്ഷൻ ചേഞ്ച് ചെയ്യലും എഡിറ്റ് ചെയ്യലും മതി. ജൂൺ 8 വരെ സമയമുണ്ട്. അപ്പം ഞാനിപ്പോൾ ഐ വിൽ ലോക്ക് മൈ ചോയ്സസ് ലേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ അൺലോക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അത് നിങ്ങളുടെ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കാൻഡിഡേറ്റ് പ്രൊഫൈലോ മറ്റോ ചോയ്സസ് ഫില്ലിൽ നിങ്ങൾ ഓൾറെഡി ലോക്ക് ചെയ്തു, ബട്ട് നിങ്ങൾക്ക് അതിൽ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ഓപ്ഷനാണിത്. അപ്പം ഇവിടെ നിങ്ങൾ ചെറിയ പേയ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത് ചെയ്തിട്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറ്റ വട്ടേ അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അൺലോക്ക് ചെയ്താൽ മതി. പിന്നെ സീറ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇവിടെ കാണാൻ പറ്റും, അത് വരുമ്പോൾ നോക്കാം. പിന്നെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൽ പോയാൽ നിങ്ങൾക്ക് പേ ചെയ്തതിൻ്റെ ഒക്കെ റെസിപ്റ്റ്, ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റും കിട്ടും. അപ്പം ഇത്രയൊക്കെയാണ് CCMN കൗൺസിലിങ്ങിനെ പറ്റി പറയാനുള്ളത്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ ചോയ്സുകളും ഫില്ല് ചെയ്യണതിലും പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാവരും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.